ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന രാജ്യത്തിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ തീരമേഖലകളിലൂടെ നടത്തുന്ന കോസ്റ്റൽ സൈക്ലത്തോണിന് കൊല്ലം നഗരത്തിൽ സ്വീകരണം നൽകി. CISFന്റെ 56ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് സൈക്ലത്തോൺ സംഘടിപ്പിച്ചത്. സുരക്ഷിതവും സമൃദ്ധവുമായ ഇന്ത്യ എന്ന ആശയം ഉയർത്തിയാണ് സൈക്ലത്തോൺ. 14 സ്ത്രീകൾ ഉൾപ്പെടെ 125 സൈക്ലിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. മാർച്ച് 7-ന് ഗുജറാത്തിലെ ലാജ്പത് ഫോർട്ട്, പശ്ചിമ ബംഗാളിലെ ബഘാലി എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച കോസ്റ്റൽ സൈക്ലത്തോൺ കന്യാകുമാരിയിലാണ് സമാപിക്കുക. കേരള ന്യൂനപക്ഷ കമ്മീഷൻ അംഗം P. റോസയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തി. പരിഗണിച്ച 4 കേസുകളിൽ 3 പരിഹരിച്ചു. പെൻഷൻ മുടക്കം, ജോലിസ്ഥലത്തെ തർക്കം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു പരാതികൾ. പള്ളി ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട പരാതി വഖഫ് ബോർഡിന് കൈമാറി. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വായനശാലയ്ക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചു. വായനശാലയ്ക്ക് ആവശ്യമായ മാനദണ്ഡങ്ങളെല്ലാം ഉറപ്പാക്കി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രന്ഥശാല സ്ഥാപിച്ചാണ് തദ്ദേശ സ്ഥാപനം മാതൃകയായത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഴയ കെട്ടിടത്തിൽ സാംസ്കാരിക കാർഷിക മ്യൂസിയവും ലൈബ്രറിയുമാണ് യാഥാർത്ഥ്യമാക്കിയത്. ആദ്യകാല സർക്കാർ ഓഫീസുകളുടെ മാതൃകയിൽ പണികഴിപ്പിച്ചതും EMS തറക്കല്ലിട്ടതുമായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഴയ കെട്ടിടത്തിന് രൂപമാറ്റം വരുത്താതെയും പൊളിച്ചു മാറ്റാതെയും തനിമ നിലനിർത്തിയാണ് വായനാ കേന്ദ്രത്തിന്റെ നിർമ്മിതി. ലൈബ്രറി കൗൺസിൽ അഫിലിയേഷൻ നേടുന്നതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സംവിധാനങ്ങൾ ഒരുക്കിയത്. 1000-ലധികം വരുന്ന പുസ്തകശേഖരം, നിശ്ചിത എണ്ണ അംഗത്വം, ആഭ്യന്തര പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള രജിസ്റ്ററുകളുടെ കൃത്യമായ പരിപാലനം തുടങ്ങി 1 വർഷത്തെ പ്രവർത്തനം ഉൾപ്പെടെ വിലയിരുത്തിയാണ് അംഗീകാരം നൽകിയത്. ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ചമയവിളക്ക് മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. ആഗ്രഹ സാഫല്യത്തിനായി പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്ന ഏക ക്ഷേത്രത്തിലെ ആചാരത്തിന്റെ ഭാഗമാകാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഇക്കുറിയും ധാരാളം പേരെത്തി. കുഞ്ഞാലുമൂട്ടിൽ നിന്നും ദേവി എഴുന്നള്ളി ക്ഷേത്രക്കുളത്തിൽ ആറാട്ടം നടത്തിയതിനു ശേഷം ക്ഷേത്ര മൈതാനത്ത് ഉയർത്തിയ കുരുത്തോല പന്തലിൽ വിശ്രമിക്കുന്നതോടുകൂടിയാണ് ചമയവിളക്കെടുപ്പിന് പരിസമാപ്തിയായത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി മുഖേന നടപ്പാക്കുന്ന ഉല്ലാസ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ 3ാം ഘട്ടത്തിലൂടെ ജില്ലയിൽ 8000 പേരെ സാക്ഷരരാക്കും. ആദിവാസി, തീരദേശം, പട്ടികജാതി, ന്യൂനപക്ഷം എന്നീ മേഖലകൾ, ഭിന്നശേഷിക്കാർ, ഫാക്ടറി തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡർ, കാഴ്ച വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ളവരും പലവിധ കാരണങ്ങളാൽ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നതുമായ മുഴുവൻ പേർക്കും വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക സാക്ഷരത, ഭരണഘടനാ സാക്ഷരത, ഡിജിറ്റൽ സാക്ഷരത, പരിസ്ഥിതി സാക്ഷരത, ജെൻഡർ സാക്ഷരത തുടങ്ങിയ സാമൂഹ്യ സാക്ഷരതാ പരിപാടികൾ ഉൾക്കൊള്ളിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവിരുത്തി മലനടയിലെ മലക്കുട മഹോത്സവം ഗ്രാമീണ ഉത്സവ കാഴ്ചകൾ സമ്മാനിച്ചു. വെൺകുളമേലയിൽ അണിനിരന്ന കെട്ടുകാഴ്ചകൾ കാണികളുടെ മനം കവർന്നു. നാട്ടുവഴികളും കൈത്തോടുകളും താണ്ടിയെത്തിയ കെട്ടുകാഴ്ചകൾ കൊയ്ത്തൊഴിഞ്ഞ വെൺകുളമേലയിൽ നിരന്നു. അസ്തമയ സൂര്യന്റെ പ്രഭ കെട്ടുകാഴ്ചകൾക്ക് പകിട്ടേകി. പനപ്പെട്ടി, കമ്പലടി, പള്ളിമുറി, നടുവിലെ മുറി, വടക്കേ മുറി, അമ്പലത്തും ഭാഗം എന്നീ കരകളുടെ എടുപ്പുകുതിരകളും ഇടയ്ക്കാട് കരയുടെ കൂറ്റൻ എടുപ്പുകാളയും 200ഓളം നേർച്ചക്കാളകളും കെട്ടുകാഴ്ചയുടെ ഭാഗമായി. യുദ്ധം ജയിച്ചെത്തുന്ന കൗരവപ്രധാനിയായ ദുര്യോധനനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് ഉത്സവ കാഴ്ചകളുടെ പിന്നിലെ ഐതിഹ്യം. ഉമയനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ആനവാൽ പിടിച്ചടങ്ങ് ആചാര കൗതുക ആവേശമായി. ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു പങ്കെടുത്ത ചടങ്ങിന് കനത്ത വെയിലിനെ അവഗണിച്ച് ധാരാളം ഭക്തരും ആനപ്രേമികളും സാക്ഷിയായി. കൈലാസത്തിൽ ബാലഗണപതിയുടെയും ബാലസുബ്രഹ്മണ്യന്റെയും കുട്ടിക്കളിയാണ് ആനവാൽ പിടിച്ചടങ്ങിന് പിന്നിലെ ഐതിഹ്യം. യാതൊരു ബന്ധനവുമില്ലാതെ ഓടുന്ന ആനയുടെ വാലിൽ വ്രതം നോറ്റ ഭക്തർ തൊട്ടുതൊഴുന്നതാണ് ആനവാൽ പിടിച്ചടങ്ങ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 6 കരകളിലെ പ്രതിനിധികൾക്ക് മാത്രമാണ് വ്രതം നോറ്റ് ചടങ്ങിന്റെ ഭാഗമാകാൻ അവസരം. തൃക്കടവൂർ ശിവരാജുവാണ് കുട്ടിക്കാലം മുതൽക്കേ ചടങ്ങിനെത്തുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.